അജു. റിയാസ് അവൻ്റെ കവിളിൽ അമർത്തി തട്ടിക്കൊണ്ട് വിളിച്ചു. അർജുൻ ഞെട്ടലോടെ അവനെ നിന്ന് നോക്കി. അജു, എന്താടാ, സ്വപ്നം കണ്ടോ? യദുവും അവൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അർജുൻ മുഖം ഒന്ന് അമർത്തി തുടച്ചു. സ്വപ്നം കണ്ടതാ, അവൻ പറഞ്ഞുകൊണ്ട് പതിയെ എഴുന്നേറ്റു. നിങ്ങൾ പോയി കിടന്നോ? അർജുൻ പറഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറിപ്പോയി. യദുവും റിയാസും പരസ്പരം ഒന്ന് നോക്കി. വാഷ്റൂമിൽ നിൽക്കെ അർജുൻ്റെ മനസ്സിലേക്ക് കുറച്ചു മുൻപ് കണ്ട സ്വപ്നം ഓർമ്മ വന്നു. അവൻ്റെ മനസ്സാകെ അസ്വസ്ഥമായി. വെള്ളമെടുത്ത മുഖത്തേക്ക് അവൻ ശക്തമായി ഒഴിച്ചു. പേടിയോടെ, വെപ്രാളത്തോടെ, അതിനേക്കാൾ നിസ്സഹായ അവസ്ഥയിൽ തന്നെ നോക്കി നിൽക്കുന്ന ഭദ്രയുടെ മുഖം അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വന്നു. അവൻ കണ്ണൊന്ന് അമർത്തി തുടച്ച് തലയൊന്ന് കുടഞ്ഞു. പിന്നെ ഒരിക്കൽ കൂടി മുഖം കഴുകി അവൻ പുറത്തേക്ക് ഇറങ്ങി. റൂമിൽ നിന്ന് പോകാതെ നിൽക്കുന്ന യദുവിനെയും റിയാസിനെയും കാണെ അവൻ നെറ്റി ചുളിച്ചു. നിങ്ങളോട് പോയി കിടന്നോളാൻ ഞാൻ പറഞ്ഞതല്ലേ? അർജുൻ ചോദിച്ചുകൊണ്ട് അവരെ നോക്കാതെ മിനി ഫ്രിഡ്ജിനരികിലേക്ക് ചെന്നു. അത് തുറന്ന് അതിൽ നിന്നൊരു വാട്ടർ ബോട്ടിൽ എടുത്ത് കുടിച്ചു. ഈ ഭദ്ര എന്നത് ഇന്ന് നമ്മൾ പോയി കണ്ട ആ പെണ്ണല്ലേ? പെട്ടെന്ന് യദുവിൻ്റെ ചോദ്യം കേട്ടതും അർജുൻ കുടിച്ചുകൊണ്ടിരുന്ന വെള്ളം നെറുകിൽ കയറി ചുമച്ചു. നിനക്ക് എന്താടാ അജു? റിയാസ് വേഗം അവനരികിലേക്ക് വന്നുകൊണ്ട് അവൻ്റെ തലക്കെട്ട് കൊട്ടിക്കൊണ്ട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അർജുൻ റിയാസിൻ്റെ കൈ തട്ടി മാറ്റി ചുമച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം അവൻ യദുവിനെ ഒന്ന് നോക്കി. നീ എന്തായിരുന്നു ചോദിച്ചത്? അർജുൻ യദുവിനെ നോക്കി ചോദിച്ചു. ഈ ഭദ്ര ആരാ? യദു അവനെ നോക്കി രണ്ട് കൈയും മാറിൽ പിണച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു. ഭദ്ര ഏതാ? അർജുൻ യദുവിൽ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് ചോദിച്ചു. അതാ ഞാനും ചോദിച്ചത്, ഈ ഭദ്ര ആരാണെന്ന്. യദു വീണ്ടും ചോദിച്ചു. ഇന്നലെ നമ്മൾ ആലപ്പുഴയിൽ പോയി കണ്ട ആ പെണ്ണിൻ്റെ പേര് ഭദ്ര എന്നല്ലേ? ആ, രഘുവിൻ്റെ മകൾ. യദു സംശയത്തിൽ ചോദിച്ചു. ആർക്കറിയാം, അത് നിനക്കെന്തിനാ ഈ പാതിരാത്രിക്ക് ആ പെണ്ണിൻ്റെ പേരറിഞ്ഞിട്ട്? അർജുൻ അല്പം മുഷിച്ചിലോടെ ചോദിച്ചു. ആ പെണ്ണിൻ്റെ പേര് അല്ല എനിക്കറിയേണ്ടത്, പകരം ഈ ഭദ്ര എന്നത് ആ പെണ്ണാണോ എന്നാണ്. അല്ല, നീ കുറച്ചു മുൻപ് ഭദ്ര എന്ന് അലറി വിളിച്ചല്ലേ ചാണ്ടി എഴുന്നേറ്റത്? യദു അർജുനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഭദ്ര എന്ന് വിളിച്ചോണ്ടോ? നിനക്ക് തോന്നിയതാവും. അർജുൻ കയ്യിലിരുന്ന ബോട്ടിലിൽ നിന്ന് കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് പറഞ്ഞു. ഏയ് അല്ലടാ, നീ ഭദ്ര എന്ന് വിളിച്ചോണ്ട് തന്നെയാണ് സ്വപ്നം കണ്ട് ചാടി എഴുന്നേറ്റത്. അതുമാത്രമല്ല, ഞങ്ങൾ നിന്നെ ആദ്യം വിളിച്ചപ്പോഴും നീ എൻ്റെ ഭദ്ര, എൻ്റെ പെണ്ണെന്നൊക്കെ പിച്ചും പോയി മറിയുന്നുണ്ടായിരുന്നു. റിയാസ് അർജുനെ നോക്കി പറഞ്ഞു. നിനക്കൊക്കെ എന്താ ഈ വെളുപ്പാങ്കാലത്ത് തന്നെ എൻ്റെ മനസ്സമാധാനം കളയാമെന്ന് നീയൊക്കെ വല്ല തീരുമാനം എടുത്തിട്ടുണ്ടോ? ഏത് ഭദ്ര, ഏത് പെണ്ണ്? എനിക്കൊന്നും ഓർമ്മയില്ല. ബോട്ടിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് ഫ്രിഡ്ജിൻ്റെ ഡോർ വലിച്ചടച്ചുകൊണ്ട് അർജുൻ ദേഷ്യത്തിൽ അവരോട് ചോദിച്ചു. നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത്? നീ ഭദ്ര എന്ന് അലറി വിളിച്ച് എഴുന്നേറ്റപ്പോൾ ഈ ഭദ്ര ഏതാ എന്നറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചെന്നോ? ഇതൊന്ന് നിസ്സാരമായി പറഞ്ഞു. അതല്ലേ പറഞ്ഞത് എനിക്ക് ഭദ്രയൊന്നും അറിയില്ലെന്ന്. അർജുൻ യദുവിനെ നോക്കി വീണ്ടും ചൂടായി. എടാ, ഒരു ഭദ്രയാണ് നമ്മൾ ഇന്നലെ പോയി കണ്ടത്. നീ ഇത്ര വേഗം മറന്നോ? നീ മറ്റേ കൂടെ കിടന്ന കൊച്ച്. റിയാസ് അർജുനെ നോക്കി ഓർമ്മിപ്പിക്കും പോലെ പറഞ്ഞു. അത് കേട്ട് അർജുൻ പല്ലെറിഞ്ഞ് റിയാസിനെ കനപ്പിച്ചൊന്ന് നോക്കി. ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി? റിയാസ് അവനെ നോക്കി ഇളിയോടെ പറഞ്ഞു. രണ്ടും ഒന്ന് ഇറങ്ങി പോകുന്നുണ്ട് ഈ റൂമിൽ നിന്ന്. മനുഷ്യരുടെ തല പെരുക്കുന്നു. അർജുൻ തലയ്ക്ക് കൈ കൊടുത്ത് ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. എടാ വാ, റിയാസ് യദുവിനെ നോക്കി പറഞ്ഞു. എന്നാൽ പോകാതെ യദു അർജുനെ തന്നെ നോക്കി നിന്നു. അത് കണ്ട് റിയാസ് അവനെ വലിച്ചുകൊണ്ട് അവിടെ നിന്ന് പോയി. അർജുൻ ഒന്ന് നിശ്വസിച്ചു. എൻ്റെ ഭദ്ര, എൻ്റെ പെണ്ണെന്ന് പറഞ്ഞ് നീ പെച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. അല്പം മുമ്പ് റിയാസ് പറഞ്ഞത് അവൻ ഓർത്തു. എനിക്കെന്താ പറ്റുന്നത്? ഞാൻ എന്തിനാ അതുപോലൊരു സ്വപ്നം കണ്ടത്? അവളെപ്പോലൊരുത്തി, അവളുടെ മുഖം തന്നെ ഊണിലും ഉറക്കിലും എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? അർജുൻ പയ്യെ പറഞ്ഞുകൊണ്ട് തലമുടിയിൽ കൈ കുരുത്ത് വലിച്ചു. അവളുടെ ശരീരത്തിലൂടെ കുറേയധികം കൈകൾ അരഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ദൃശ്യവും അജുവേട്ട എന്നൊരു വിളിയും അവനിലേക്ക് എത്തി. അവൻ ആകെ അസ്വസ്ഥത തോന്നി. രാവിലെ 9 കഴിഞ്ഞതും കീർത്തി വീട്ടിലേക്ക് വന്ന് ശില്പയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു. കുഴപ്പമൊന്നുമില്ല, എങ്കിലും റെസ്റ്റ് എടുക്കണം. കീർത്തി ശില്പയെ നോക്കി പറഞ്ഞു. അവൾ തലയനക്കി. കീർത്തി റൂമിൽ നിൽക്കുന്ന യദുവിനെ നോക്കി, പിന്നെ ശില്പയെയും. ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് മറ്റാരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ നമ്മുടെ മനസ്സ് പാതി ഓക്കെ ആകും. എന്നാൽ ആരോടും ഒന്നും പറയാതെ മനസ്സിൽ തന്നെ എല്ലാം സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ചില ടൈം നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വരും. അപ്പോഴാണ് നമ്മൾ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. കീർത്തി പതിയെ ശില്പയെ നോക്കി പറഞ്ഞു. ഡോക്ടർ, ഞാൻ ശില്പ തല താഴ്ത്തിയിരുന്നു കൊണ്ട് പറയാൻ ശ്രമിച്ചു. താൻ ലൈഫ് എൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് എന്തിനാ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. തനിക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഇനി അതല്ല മറ്റൊരാൾ ആണെങ്കിൽ അങ്ങനെയും ഓക്കെ. എനിക്ക് തനിക്ക് വേണ്ട കൗൺസിലിംഗ് വേണേൽ സെറ്റ് ചെയ്യാം. കീർത്തി ഒരു നിർദ്ദേശം വെച്ചു. ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. ശില്പ പെട്ടെന്ന് അവളെ നോക്കി പറഞ്ഞു. ശരി, പക്ഷേ എൻ്റെ കാർഡ് വെച്ചോളൂ. തനിക്കൊരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നിയാൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അറേഞ്ച് ചെയ്തോളാം. കീർത്തി പറഞ്ഞതിൻ്റെ ശില്പി ഒന്ന് തലയെനക്കി. താനൊരു ആർട്ടിസ്റ്റ് അല്ലേ, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാൾ.
അങ്ങനെയുള്ള താൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അത് മറ്റുള്ളവരെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. കീർത്തി വീണ്ടും പറഞ്ഞു, ഇങ്ങനെ ഒന്നും ഇവളോട് പറയേണ്ട കാര്യമില്ല. നിന്റെ പണി കഴിഞ്ഞെങ്കിൽ ഇറങ്ങാൻ നോക്ക്. ഇത് കുറച്ച് അമർഷത്തിൽ കീർത്തിയെ നോക്കി പറഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കി പല്ല് കടിച്ചു. എങ്കിൽ ശരി, താൻ റെസ്റ്റ് എടുക്ക്, കീർത്തി ശില്പിയോട് പറഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്നിറങ്ങി. കീർത്തിക്കൊപ്പം യദു കൂടി പുറത്തേക്ക് പോയതും ശില്പ വേഗം ബെഡിൽ നിന്ന് എഴുതിട്ട് വാതിക്കലേക്ക് പോയി നോക്കി. കീർത്തിയും യദുവും അവിടുന്ന് പോകുന്നത് കണ്ടതും അവൾ വേഗം എന്നാൽ ശബ്ദമുണ്ടാക്കാതെ ഡോർ അടച്ച് വേഗം ബെഡിൻ്റെ അടിയിൽ വെച്ചിരുന്ന ഫോൺ എടുത്ത് ബാത്റൂമിലേക്ക് ചെന്ന് ആ വാതിലും ചാരി. അവൾ വേഗം ഫോണിൽ അക്ഷയ് എന്ന് സേവ് ചെയ്ത ഫോൺ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ. മറുപുറത്ത് ഫോൺ കണക്റ്റ് ആയതും ശില്പ ഒരിക്കൽ കൂടി വാതിലോണ്ട് ചെവിയോർത്ത് റൂമിൽ ആരുമില്ല എന്ന് ഉറപ്പിച്ചു. ഹലോ ശില്പ, അക്ഷയ് സംശയത്തോടെ വിളിച്ചു. ഹലോ അക്ഷയ്, എന്തായി കാര്യങ്ങൾ? പ്ലാൻ വർക്കൗട്ടായോ? അവൻ ചോദിച്ചു. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ഞാൻ പറഞ്ഞത് അജു വിശ്വസിച്ച മട്ടാണ്, അവൾ ആലോചനയോടെ പറഞ്ഞു. വിശ്വസിച്ചോ? അക്ഷയ് സംശയത്തോടെ ചോദിച്ചു. വിശ്വസിച്ചെന്ന് തോന്നുന്നു. നീ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ അവനോട് പറഞ്ഞു. ഡ്രിങ്ക്സ്, വയാഗ്ര, അങ്ങനെ അങ്ങനെ. പിന്നെ ഞാൻ അമ്മാതിരി അഭിനയവും കാഴ്ചവെച്ചിട്ടുണ്ട്. എൻ്റെ കണ്ണീരിൽ അവൻ വീണ മട്ടാണ്, ശില്പ ചെറിയോടെ പറഞ്ഞു. വീണാൽ മതി, പക്ഷെ ചെറിയ കുഴപ്പമുണ്ട്, അവൾ പെട്ടെന്ന് പറഞ്ഞു. എന്തു കുഴപ്പം? അവൻ്റെ സ്വരത്തിൽ സംശയം നിറഞ്ഞു. അജുവിൻ്റെ ഫ്രണ്ട്സ് യദുവും റിയാസും, അവരാണ് ഏറ്റവും വലിയ കുഴപ്പം. അവന്മാർക്ക് ഒന്നാമതേ എന്നെ ഇഷ്ടമല്ല. അതിൻ്റെ കൂടെ ഇന്നലത്തെ കേസ്. അജുവിനെ എങ്ങനെയും ഞാനുമായുള്ള റിലേഷനിൽ നിന്ന് മോചിപ്പിക്കണമെന്ന നിലയ്ക്കാണ് അവന്മാർ. ഇന്നലെ രാത്രി കൂടി അവന്മാർ പ്രത്യേകിച്ചായി യദു അജുവിനെ ബ്രെയിൻ വാഷ് ചെയ്യാനും ഞാൻ പറഞ്ഞതെല്ലാം കള്ളം ആണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ശില്പ യദുവിനോടും റിയാസിനോടും ഉള്ളിൽ ഉറന്നു പോകുന്ന രോഷത്തെ അടക്കാനാകാതെ പറഞ്ഞു. അർജുൻ അവന്മാരുടെ വാക്കിൽ വീഴുവോ? അറിയില്ല. എൻ്റെ ഭാഗം ഞാൻ ക്ലീൻ ആക്കിയാണ് പോകുന്നത്. ഇനിയെല്ലാം അജുവിൻ്റെ തീരുമാനം പോലെ. അർജുൻ നിന്നെ വേണ്ടാന്ന് വെച്ചാൽ നീ അപ്പോൾ അവൻ്റെ തീരുമാനത്തെ മാനിച്ച് അവനെ വിട്ടുപോകുമോ? അവൾ പറഞ്ഞത് കേട്ട് അവൻ സംശയത്തിൽ ചോദിച്ചു. ഒരിക്കലുമില്ല. ഞാൻ അവനെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. അട്ടയെപ്പോലെ അവനോട് ഒട്ടി ഞാൻ നിൽക്കും. അതെനിക്കറിയാം. ഇന്നലെ ഒരു ആത്മഹത്യാശ്രമത്തിൻ്റെ ഐഡിയ പറഞ്ഞതും നീ കഴിഞ്ഞിരുമ്പ് മുറിച്ചില്ലേ? അത് കണ്ട് എൻ്റെ തല തന്നെ വെറുത്തുപോയി. അക്ഷയ് പറഞ്ഞത് കേട്ട് തുന്നി കെട്ടിവെച്ചിരിക്കുന്ന കൈ അവിടെ നിന്ന് നോക്കി. അവന് വേണ്ടി എന്തിനും ഞാൻ തയ്യാറാണ്, അവൾ വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു. അവൾ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ റൂമിൽ നിന്ന് ചെറിയ അനക്കം അവൾ കേട്ടു. ഞാൻ പിന്നെ വിളിക്കാം, അവൾ പതിയെ അക്ഷയോട് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി. പിന്നെ ഫോൺ ഉടുപ്പിനുള്ളിലേക്ക് കയറ്റി വെച്ച് മുഖമൊന്ന് കഴുകി വാഷ്റൂമിന് പുറത്തേക്ക് ഇറങ്ങി. റൂമിലായി യദു നിൽപ്പുണ്ടായിരുന്നു. നീ എന്തെടുക്കുമായിരുന്നു? അവനൊരു സംശയത്തെ അവളോട് ചോദിച്ചു. ഞാൻ മുഖമൊന്ന് കഴുകാൻ വേണ്ടി, അവൾ പതിയെ പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വന്നിരുന്നു. അവന് സംശയത്തോടെ തന്നെ അവളെ നോക്കി. അജു എവിടെ? അവൾ സങ്കടഭാവത്തോടെ അവനെ നോക്കി ചോദിച്ചു. അവനിവിടേക്ക് രാവിലെ വന്നിരുന്നില്ലേ? അവൻ സംശയത്തോടെ ചോദിച്ചു. ഇല്ല, അവൻ ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് വന്നതാണ്, പിന്നെ കണ്ടില്ല. അവൻ എന്നോട് ദേഷ്യമായിരിക്കുമല്ലേ? അവൾ ചെറിയ തേങ്ങലോട് പറഞ്ഞു. അത് കാണാൻ താല്പര്യമില്ലാതെ ഏത് വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴാണ് അവിടേക്ക് റിയാസ് വരുന്നത്. എടാ, അജുവിനെ കണ്ടോ നീ? ഏതോ അവനെ നോക്കി ചോദിച്ചു. അവനപ്പോൾ ഇവിടെ ഇല്ലേ? അവനെ റൂമിലൊന്നും കാണാതായപ്പോൾ ഞാൻ കരുതി അവൻ ശില്പയുടെ അടുത്തേക്ക് പോയി കാണുമെന്ന്, റിയാസ് സംശയത്തോടെ പറഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് വന്നില്ല. ഇത് പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്ത് അർജുനെ വിളിച്ചു. എന്നാൽ അർജുൻ ഫോൺ എടുത്തില്ല. ഇവനെതെവിടെ പോയി? ഏതോ റിയാസിനെ നോക്കി ചോദിച്ചു. ആർക്കറിയാം? പിന്നെ അവരുടെ മൈൻഡാകെ ഡിസ്റ്റർബായി കിടക്കുമല്ലേ, ഇന്നലത്തെ കാര്യങ്ങളും രാവിലത്തെ സ്വപ്നവുമൊക്കെ. വേണമെങ്കിൽ വെറുതെ ഒരു ഡ്രൈവ് പോയി കാണും, റിയാസ് പറഞ്ഞു. ഇതേ സമയം അർജുൻ്റെ കാർ ആലപ്പുഴയിലെത്തിയിരുന്നു. അവൻ ഭദ്രയുടെ വീട്ടിലേക്ക് തലേന്ന് പോയ വഴി ഓർത്ത് ഡ്രൈവ് ചെയ്തു. എന്തുകൊണ്ടാണ് അവിടേക്ക് പോകുന്നതെന്ന് അവന് തന്നെ നിശ്ചയമുണ്ടായിരുന്നില്ല. വെളുപ്പിനെ കണ്ട സ്വപ്നം അവനെ അത്രത്തോളം അലട്ടിയതുകൊണ്ട് തന്നെ അവൻ അധികം ചിന്തിക്കാതെ സമയം പാഴാക്കാതെ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. ഭദ്രയുടെ വീടിൻ്റെ ഇടവഴിയിലേക്ക് തിരിയുന്നിടത്ത് അവൻ വണ്ടി നിർത്തി. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ കാറിനുള്ളിൽ തന്നെ ഏറെ നേരം ഇരുന്നു. രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച നിമിഷമാണ് അവൻ വണ്ടി നിർത്തിയതിന് മുന്നിലായി ഒരു ഓട്ടോ വന്നു നിന്നത്. അതിൽ നിന്ന് ലച്ചു ഇറങ്ങി. അത് കാണെ അർജുൻ്റെ ശ്രദ്ധയും ആ ഓട്ടോയിലേക്ക് പോയി. ലച്ചു ഇറങ്ങിയതിന് പുറകെ ആ ഓട്ടോയിൽ നിന്ന് ഭദ്ര ഇറങ്ങി. അവളെ കാണെ അർജുൻ്റെ മനസ്സിൽ അത്രയും നേരം തെങ്ങി നിറഞ്ഞ എന്തോ ഒന്ന് ഒഴിഞ്ഞു പോയതുപോലെ അവന് തോന്നി. പൈസ കൊടുത്ത് ആ ഓട്ടോ അകന്നു പോയതും അവരിൽ അവൻ്റെ നോട്ടം ശരിക്ക് കിട്ടി. വാടിക്കൊഴിഞ്ഞതുപോലെയുള്ള ഭദ്രയുടെ രൂപം ഒരു നിമിഷം അവനിൽ വല്ലാത്ത ആശങ്ക നിറച്ചെങ്കിലും പിന്നെ അവൻ്റെ ഉള്ളിൽ ദേഷ്യമാണ് തോന്നിയത്. ബോൾ ആ ചെറിയ പെണ്ണിനെയും കൊണ്ട് വേശ്യപ്പണിക്കിറങ്ങിയോ? അവൻ പല്ല് കടിച്ചുകൊണ്ട് പതിയെ സ്വയം ചോദിച്ചുപോയി. ഭദ്രയുടെ തളർന്ന രൂപവും എവിടെയോ പോയിട്ടുള്ള അവരുടെ വരവും ഒക്കെ അവനിൽ നിറച്ചത് ഒരു കാര്യമാണ്. അവൾ പൈസയ്ക്ക് വേണ്ടി മറ്റൊരുവരും കിടക്കാൻ പോയതായിരിക്കുമെന്ന് അവൻ ഊഹിച്ചു. സ്റ്റിയറിങ്ങിൽ ഇരുന്ന അവൻ്റെ കൈകൾക്ക് മുറുക്കം കൂടി. ലച്ചുവും ഭദ്രയും അവരുടെ വീട്ടിലേക്കുള്ള വഴി നടക്കാൻ ഒരുങ്ങിയ നേരം പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് കുറച്ചു പേർ വന്നു.
സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന അവരുടെ വേഷവിധാനങ്ങൾ കണ്ടതും അവർ നാട്ടുകാരാണെന്ന് അവന് തോന്നി. ഭദ്രയോട് അവരിൽ കുറച്ചുപേർ എന്തൊക്കെയോ ദേഷ്യത്തിൽ പറയുന്നത് അവൻ കണ്ടു. അവർ സംസാരിക്കുന്നത് അവന് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അർജുൻ പതിയെ കാറിൽ കരുതി ഒരു മാസ്ക് എടുത്ത് ധരിച്ച് കാറിൻ്റെ ഗ്ലാസ് അല്പം താഴ്ത്തി. അന്തസ്സായിട്ട് ജീവിക്കുന്നവരാണ് ഞങ്ങളിവിടെ. നിന്നെപ്പോലുള്ള ഒരുത്തിയെ ഞങ്ങൾക്ക് സഹിക്കാനാകില്ല. ഒരു സ്ത്രീ ഭദ്രയോട് തട്ടിക്കയറിക്കൊണ്ട് പറഞ്ഞു. സുമേച്ചി, നിർത്തടി മോളെ. നിന്റെ ഒരു വർത്തമാനവും ഞങ്ങൾക്കിനി കേൾക്കണ്ട. എന്നാലും നീ ഇത്തരക്കാരിയാണെന്ന് ഞങ്ങൾ കരുതിയില്ല. കണ്ടവന്മാരൊക്കെ കൂടെ കിടന്നും കണ്ടവന്മാരെയൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റുകയും ചെയ്യുന്ന ഒരു ഇടിച്ചിയാണ് നീ എന്ന് ഞങ്ങൾ ആരും കരുതിയില്ല. ഒരു സ്ത്രീ അവളെ നോക്കി ആട്ടിക്കൊണ്ട് പറഞ്ഞു. ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഞങ്ങളുടെ നാട്ടിൽ നിന്നെപ്പോലുള്ളവന്മാർ ജീവിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്ക് നാണക്കേടാണ്. മറ്റൊരു പുരുഷൻ പറഞ്ഞു. നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ പറഞ്ഞത്? അതിന് മാത്രം ഞങ്ങൾ എന്താ ചെയ്തെന്നാ? ലജ്ജു ദേഷ്യത്തിൽ അവരോട് എല്ലാവരോടും ചോദിച്ചു. നീയൊക്കെ എന്ത് ചെയ്തെന്നോ? ഇനി ഞങ്ങൾ പറയാത്ത കുഴപ്പമേ ഉള്ളൂ. അല്ലടി, അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുക. നീയും ഇവളെപ്പോലെ ശരീരം വിറ്റോ? നിന്റെ ദേഹത്തും കണ്ടവന്മാർ കയറി നിറങ്ങിയോ? ഒരു ചേച്ചി ലച്ചുവിനെ നോക്കി ചോദിച്ചു. ദേ, എൻ്റെ അനീതിയെക്കുറിച്ച് മോശം പറഞ്ഞാലുണ്ടല്ലോ. ഭദ്ര ദേഷ്യത്തിൽ ആ ചോദിച്ച ചേച്ചിയുടെ നേരെ വിരൽ ചൂണ്ടി. ഞാൻ പറഞ്ഞതാണോ കുഴപ്പം? ആ സ്ത്രീയും അവർക്ക് നേരെ ചീറി. ഭദ്ര എല്ലാവരെയും ഒന്ന് നോക്കി നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ച് വേഗം ലച്ചുവിൻ്റെ കൈയും പിടിച്ച് അവരുടെ വീടിൻ്റെ വശത്തേക്ക് നടന്നു. നിന്നെ ഒന്നും ഇവിടെ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലടി, ഒരു സ്ത്രീ അവരെ നോക്കി വിളിച്ചു പറഞ്ഞു. അത് കേൾക്കാത്ത മട്ടിൽ ഭദ്ര ലച്ചുവിനെയും വലിച്ചുകൊണ്ട് അവിടുന്ന് നിന്ന് നടന്നു. അവിടെ കൂടിയ നാട്ടുകാർ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവിടുന്ന് പിരിഞ്ഞുപോയി. എല്ലാവരും പോയതും അർജുൻ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കാറിൽ നിന്ന് ഇറങ്ങി. ഒരിക്കൽ കൂടെ അവിടെ ആരുമില്ല എന്ന് ഉറപ്പിച്ച് അവൻ ഭദ്രയുടെ വീട്ടിലേക്ക് നടന്നു. തൊട്ടുപോകരുത് നിങ്ങളെന്നെ. നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് ഇപ്പോൾ എനിക്കും എന്ന പേര് വീണു. തൃപ്തിയായോ നിങ്ങൾക്ക്? ആ വീടിനടുത്തേക്ക് എത്തിയതും ലച്ചുവിൻ്റെ ദേഷ്യത്തിലുള്ള സ്വരം അർജുൻ കേട്ടു. മോളെ ലച്ചു, ഭദ്രയുടെ സ്വരത്തിൽ ദയനീയത നിറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട. അവരുടെയൊക്കെ നോട്ടവും വർത്തമാനം കേട്ട് തൊലി ഉരിയുന്നത് പോലെ എനിക്ക് തോന്നിയത്. ഇനി ചത്താൽ മതി, ലച്ചു കരഞ്ഞുകൊണ്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. ഭദ്ര അവൾ പറഞ്ഞത് കേട്ട് കരഞ്ഞുകൊണ്ട് വാ മൂടി. അർജുൻ അത് കണ്ട് ഭദ്രയുടെ അടുത്തേക്ക് നടന്നു. അവൾ പറഞ്ഞതുപോലെ ചാകാനാണോ നിന്റെ തീരുമാനം? പെട്ടെന്ന് അർജുൻ ചോദിച്ചു. അവൻ്റെ സ്വരം കേട്ട് ഞെട്ടലോടെ ഭദ്ര തലയിൽ ഉയർത്തി നോക്കി. മാസ്ക് വെച്ചിട്ടുണ്ടെങ്കിലും അവൾക്ക് അവനെ വ്യക്തമായി മനസ്സിലാക്കാൻ അവൻ്റെ കണ്ണ് മാത്രം മതിയായിരുന്നു. അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി. നിങ്ങളെന്താ ഇവിടെ? അവൾ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ കണ്ണ് തുറച്ചുകൊണ്ട് അവനെ നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു. എനിക്കിവിടെ വന്നിട്ടൊരു കാര്യമുണ്ടായിരുന്നു, അവൻ അവളെ നോക്കി പറഞ്ഞു. അവൾ അവനെ സംശയത്തിൽ നോക്കി. ഇവിടേക്ക് എന്തിനാണ് നിങ്ങൾ വന്നത്? ഇന്നലെ നിങ്ങളല്ലേ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടല്ലേ പോയത്? പിന്നെ എന്തിനാണ് വീണ്ടും വന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അവൾ അവനെ നോക്കി ഒരു അലർച്ചയോടെ ചോദിച്ചു. അവൻ അവളെ ആകെ ഒന്ന് നോക്കി, പിന്നെ ഒന്ന് ചിരിച്ചു. എനിക്ക് വേണ്ടത് എൻ്റെ മുന്നിൽ തന്നെയുണ്ട്. അവൻ പറഞ്ഞത് കേട്ട് അവൾ നെറ്റിച്ചുളിച്ചു. എനിക്ക് നിന്നെ വേണം, എൻ്റേതായി. അവൻ പറഞ്ഞത് കേൾക്കി അവളുടെ കണ്ണു മിഴിഞ്ഞു.